ഇന്ന് പകൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തെ എനിക്കൊന്ന് കാണണം, ദൈവത്തിൻ്റെ മനോഹരത്വം എനിക്കൊന്ന് കാണണം. ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ പിന്നെ നിന്റെ നിരാശകളെല്ലാം മാറിപ്പോകും, നിന്റെ ഭാരം മാറിപ്പോകും, നിന്റെ വേദന മാറിപ്പോകും. ആ ജെറിക്കോയിൽ ഒരു മനുഷ്യനിരിപ്പുണ്ടായിരുന്നു. അവൻ്റെ രണ്ട് കണ്ണും കാണത്തില്ല, രണ്ട് കണ്ണും കാണത്തില്ല, രണ്ട് കണ്ണും കാണത്തില്ല. അവൻ ഇതുവരെ ഒരു മനോഹരത്വവും കണ്ടിട്ടില്ല. അവനെ he couldn't see the beauty of the world. ലോകത്തിലെ ഒന്നും അവൻ കണ്ടിട്ടില്ല. എന്നാൽ അവൻ യേശു കടന്നു പോയപ്പോൾ അവൻ യേശുവിനോട് പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണേ, എന്നോട് കരുണയുണ്ടാകണേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. പ്രൈസ് ദി ലോർഡ്. ഉടനെ കർത്താവ് അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? What I have to do for thee? നിനക്ക് എന്തോ വേണ്ടേ? അവൻ പറഞ്ഞു, എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ ഇന്ന് വരെ ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യം നീ ചോദിക്കണം. ഇന്ന് വരെ ആരോടും ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യം, ലോകത്തിലെ ഒരു മനുഷ്യനോട് ചോദിച്ചിട്ടും പ്രയോജനമില്ലാത്തൊരു ചോദ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ മനസ്സിലാകുന്നത്ര പേരുണ്ട്. ഇവിടെ ചോദിക്കുകയാണ്, ദൈവമേ, ഞാൻ നിന്നോടൊരു കാര്യം അപേക്ഷിക്കുന്നു. That's a beseech to our God, prayer to God. ദൈവത്തോടൊരു കാര്യം അപേക്ഷിക്കുക. ആ അപേക്ഷിച്ച കാര്യം ലോകത്തോട് അപേക്ഷിച്ചിട്ട് കാര്യമില്ല, ലോകത്തോട് പറഞ്ഞിട്ട് കിട്ടാത്ത കാര്യമാണ്. എന്നാൽ ആ ബ്ലൈൻഡ് മാൻ, അന്ധനായ മനുഷ്യൻ, അവൻ ദൈവത്തോട് ഇന്നുവരെ ആരോടും ചോദിക്കാത്തൊരു ചോദ്യം ചോദിച്ചു. അതിനുള്ള ധൈര്യം അവനുണ്ടായി. നിങ്ങളുടെ അകത്ത് ആരോടും ചോദിക്കാത്ത, ചോദിച്ചിട്ട് പ്രയോജനമില്ലെന്ന് കരുതുന്ന ചോദ്യം ആരുടെയെങ്കിലും ഉള്ളിലുണ്ടോ? മനസ്സിലായില്ല? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് മനുഷ്യരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരു കാര്യമുണ്ടോ? അതാ എൻ്റെ ചോദ്യം. അതാ, മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പാസ്റ്ററോട് പറഞ്ഞിട്ട് എന്തോ എടുക്കാനാ? ഇതെൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് എന്തോ എടുക്കാനാ? എൻ്റെ കൂടപ്പിറപ്പുകളോട് പറഞ്ഞിട്ട് എനിക്ക് എന്തോ എടുക്കാനാ? There is no use at all. ഒരു പ്രയോജനവും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ആ വിഷയത്തിന് മറുപടി കിട്ടാത്തിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ അർത്ഥമില്ല. എന്നാൽ ആ വിഷയവും നിനക്ക് പറയാനൊരു ദൈവമുണ്ട്, ആ വിഷയങ്ങളും കൈമാറാനൊരു ദൈവമുണ്ട്. ആമേൻ. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം, എന്തു ചെയ്തു തരണം, എന്തു ചെയ്തു തരണം? ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ നോക്കി, ഓരോ വ്യക്തി ജീവിതങ്ങളെയും നോക്കി എൻ്റെ ദൈവം ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? നിനക്ക് എന്താ ആവശ്യമുള്ളത്? നിന്റെ നീഡ് എന്താണ്? നിന്റെ ഡിസയർ എന്താണ്? നിന്റെ ഉള്ളിലെ കണ്ണുനീരെന്താണ്? നിന്റെ പ്രാർത്ഥന എന്താണ്? നിന്റെ നെടുവീർപ്പ് എന്താണ്? നീ എന്തിനാ ദീർഘശ്വാസം വിടുന്നത്? നീ എന്തിനാ ഭാരപ്പെടുന്നത്? മനുഷ്യരോടാരും പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിലും നീ ദൈവസന്നിധിയിൽ നിന്റെ കാര്യം